ബഹുമാന്യ സദസ്സിന് നമസ്കാരം. ഇന്ന് അച്ഛന്മാരുടെ ദിവസമാണ്. ഫാദേഴ്സ് ഡേ, ലോക അച്ഛദിനമാണിന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെയും കൂടെ ഒരു അച്ഛാദിനമാണ് ഇന്ന്. കേരളീയ സമാജം ഡോംബോയിലെ സംബന്ധിച്ച് ഇന്നൊരു അച്ഛാദിനാണ്. ഈ സമാജത്തിൻ്റെ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു ഇത്രയും നമ്മുടെ മലയാള സാഹിത്യത്തിലെ ഇന്നറിയപ്പെടുന്ന കുറേ നല്ല അറിയപ്പെടുന്ന അല്ലെങ്കിൽ പ്രഗത്ഭരായി മുന്നിൽ നിൽക്കുന്ന ഇത്രയും പേരെ ഇവിടെ അണിനിരത്താൻ സാധിച്ചത് ഈ കേരളീയ സമാജത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ ചിലപ്പോൾ ആദ്യമായിട്ടാവാം. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ ടി എൻ രാമകൃഷ്ണൻ സാറിനെ ഞാൻ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ശ്രീ സുരേഷ് കുമാർ സാറിനെയും ഇവരെക്കുറിച്ചൊക്കെ ധാരണംകുട്ടി ഏതാണ്ട് ഒരു നല്ലൊരു ആമുഖം തന്നു കഴിഞ്ഞാണ്. ഞാനെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കുറഞ്ഞു പോയാലോ എന്ന് വിചാരിച്ച് ഞാനത് പറയുന്നില്ല. ഇവരെക്കുറിച്ചൊക്കെ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എല്ലാം അറിയാവുന്ന ആൾക്കാരാണ്. ശ്രീ സുരേഷ് കുമാർ സാറിന് ഞാൻ കേരളീയ സമാജത്തിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും സ്വാഗതം ആശംസിക്കാം. ഇന്ന് ഇവിടെ ഇരിക്കുന്ന വേദിയിലിരിക്കുന്ന ഞങ്ങളുടെ അവർക്കൊക്കെ സ്വാഗതം ആശംസിക്കുക എന്ന് പറയുന്നത് ഈ വ്യാകരണപരമായിട്ട് തെറ്റാണ്. കാരണം ഭാരവാഹികളെ സ്വാഗതം ആശംസിക്കുക എന്ന് പറയുന്നത് ഒരു വ്യാകരണ തെറ്റാണ്. നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡൻറ്റ് ശ്രീ ഇ പി വാസു, വൈസ് പ്രസിഡൻറ്റ് സുരേന്ദ്രൻ നായർ, അതുപോലെ ചെയർമാൻ ശ്രീ വർഗീസ് ദാനിയൽ, കലാവിഭാഗം സെക്രട്ടറി സുരേഷ്, വിദ്യാഭ്യാസ വിഭാഗ സെക്രട്ടറി ശ്രീ ഭാസ്കരൻ, ഡോക്ടർ ഭാസ്കരൻ, അതുപോലെ നമ്മുടെ ട്രഷറർ ശ്രീ മനോജ്. സർവോപരി ഞാൻ പ്രത്യേകം പറയുന്നത് ഈ സദസ്സ് പൂർണ്ണമായത് ഇന്ന് നാരായണൻകുട്ടി പറഞ്ഞ പോലെ ശ്രീ ബാലകൃഷ്ണൻ സാറിൻ്റെ സാന്നിധ്യത്തിലാണ്. അദ്ദേഹത്തിന് ഒരു വലിയ സ്വാഗതമാണ് ഞാൻ കൊടുക്കുന്നത്. കാരണം അതിന് പ്രത്യേക കാരണമുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ബാലകൃഷ്ണൻ സാറ് വളരെ സംശയത്തിലായിരുന്നു ഈ പരിപാടിയിൽ. എന്നോട് ഒരു മിനിഞ്ഞാന്ന് വിളിച്ചിട്ട് പറഞ്ഞ്, രാജശേഖര എനിക്ക് ഇന്ന് തീരെ വയ്യ, ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറ് മരുന്ന് എന്തെങ്കിലും ഉണ്ട്, കഴിച്ചിട്ട് സുഖമായിട്ട് ഉറങ്ങിക്കോ, നാളെ എണ്ണീക്കുമ്പോൾ ഫിറ്റായിരിക്കും, ഇങ്ങോട്ട് വരും എന്ന് തന്നെ ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഇന്ന് അതുപോലെ ഇതുപോലുള്ള പ്രോഗ്രാമുകൾ നമ്മുടെ വയസ്സിനെ കുറച്ചൊക്കെ കുറയ്ക്കാൻ ഉപകരിക്കും എന്നുള്ള ഒരു കാര്യം കൂടെ ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിച്ചു പരിപാടികളിൽ. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, പ്രായത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ദൂരമാണ്. എങ്കിൽ കൂടി ഇവിടെ വരാൻ അദ്ദേഹം പ്രകടിപ്പിച്ച ആ ഒരു മനസ്കതയെ അത് നമസ്കരിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു പ്രത്യേക സ്വാഗതം ഇന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ബോംബെ സാഹിത്യവേദികളിൽ നമ്മുടെ തന്നെ ഏതാണ്ട് എല്ലാ ഇതിലും എന്നും നമ്മുടെ ഇതിൽ സന്നിഹിതനായിട്ടുള്ള ശ്രീ രാജേട്ടന് ഒരു പ്രത്യേക സ്വാഗതം ഞാൻ പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഇനി സമാജത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്നത്തെ ഈ തുഞ്ചൻ സാഹിത്യോത്സവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്ത് ഒരു മുകുന്ദപർവം എന്ന ഒരു പരിപാടി നടത്തി. അന്നാണ് നമ്മൾ ശ്രീ മുകുന്ദൻ്റെ സമഗ്രമായ സംഭാവനകൾക്കുള്ള ഒരു പ്രത്യേക ഒരു ഫലകവും അതുപോലെ 25,000 രൂപ ക്യാഷ് അവാർഡുമാണ് അന്ന് നമ്മൾ കൊടുത്തത്. അന്ന് ഞങ്ങളുടെ ഭരണസമിതിക്കിടയ്ക്ക് ഉരിഞ്ഞു വന്ന ഒരു ആശയമാണ് ഇതൊരു തുഞ്ചൻ സ്മാരക അവാർഡ്. തുഞ്ചൻ സ്മാരക അവാർഡ് എന്ന് പേര് വയ്ക്കാനുള്ള കാരണം, ഇത് ഞങ്ങളൊരു KSD തുഞ്ചൻ സ്മാരക അവാർഡായിട്ടായിരിക്കും ഇനി അറിയപ്പെടുക. കേരളീയ സമാജം ഡോംബോലിയുടെ എല്ലാ വർഷവും ഈ ഒരു അവാർഡ് കൊടുക്കണമെന്നും അത് പ്രവാസി സാഹിത്യകാരന്മാരുടെ സൃഷ്ടികൾക്കായിരിക്കണമെന്നുമാണ് ഞങ്ങളുടെ ഒരു തീരുമാനം. ഇത്തവണ അത്
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഒരുക്കങ്ങൾക്കും അതിൻ്റെ ഒരു ചില കാര്യങ്ങൾക്കൊക്കെ ഉണ്ടായ ഒരിതുകൊണ്ട് അത് മഹാരാഷ്ട്രയ്ക്കുള്ളിൽ മാത്രമായിട്ടുള്ള പ്രവാസികളിലേക്ക് ഞങ്ങൾക്ക് ചുരുക്കേണ്ടി വന്നു കുറച്ച്. പക്ഷേ ഇനിയുള്ള സമയങ്ങളിൽ തീർച്ചയായിട്ടും മഹാരാഷ്ട്രയിൽ ഒതുങ്ങി നിൽക്കാതെ ഇന്ത്യക്കകത്തുള്ള പ്രവാസികൾക്ക് വേണ്ടി ആയിരിക്കും ഈ അടുത്ത അവാർഡുകൾ എന്നാണ് ഞങ്ങളുടെ ഒരു ഭരണസമിതിയുടെ ഒരു തീരുമാനം. തീർച്ചയായിട്ടും ഇത് തുടർച്ചയായും നടത്താൻ വരുംകാല ഭരണസമിതികളും മുൻകൈയും എടുക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. കാരണം നമ്മുടെ ഈ സമാജത്തിൻ്റെ തന്നെ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഈ സമാജങ്ങളുടെ ഉദ്ദേശം നമ്മുടെ കേരളീയ കലാ സാഹിത്യ രൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഈ ഓരോ സമാജങ്ങളുടെയും കേരളീയ സമാജങ്ങളുടെയും ഒക്കെ പ്രഥമമായ ഉദ്ദേശം അത് തന്നെയാണ്. കേരളീയ സമാജത്തിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമില്ല. കേരളീയ സമാജം തുടങ്ങിയ അന്ന് മുതലേ തന്നെ ഞങ്ങളുടെ വയലയിൽ തന്നെ ഉള്ള ഒരു കാര്യമാണ് ഇത്. നമ്മുടെ കേരളീയ കലകളെയും കേരളീയ സാഹിത്യത്തെയും ഭാഷയെയും പരിപോഷിപ്പിക്കുന്ന ഒരു സംരംഭമായിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംഘടനയായിരിക്കണം ഈ കേരളീയ സമാജമെന്ന് നമ്മുടെ പിതാമഹന്മാർ ഈ സമാജം സ്ഥാപിച്ച അവർ അന്നെടുത്ത ഒരു നല്ല തീരുമാനമാണ്. അത് പരിരക്ഷിച്ചു പോരാനും അതിനെ തിളക്കമറ്റ് കാത്തു സൂക്ഷിക്കാനുമുള്ള ഒരു ധാർമ്മികത അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം വരുന്ന എല്ലാ ഭരണസമിതിക്കും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനിയും വരുന്ന ഭരണസമിതികളെല്ലാം തന്നെ ഈ കലാ പരിപോഷണത്തിൽ അല്ലെങ്കിൽ നാട്ടിൽ നിന്നുള്ള, ഇവിടെ പല ആൾക്കാരും പറയും നാട്ടിൽ ഇവിടെ നമുക്ക് സാഹിത്യകാരന്മാരില്ലേ, നാട്ടിലെ സാഹിത്യകാരെയോ അല്ലെങ്കിൽ നാട്ടിലെ പ്രതിഭകളൊക്കെ എന്തിനാണ് കൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ നാടും നമ്മുടെ ഇവിടവും തമ്മിൽ യോജിക്കുമ്പോഴാണ് അതിൻ്റേതായിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു ചിത്രം പൂർണ്ണമാകുന്നത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതിക്കുമ്പോഴും നമ്മൾ അവരെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർ നമ്മളെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പോകുമ്പോഴാണ്. മുംബൈയിലെ എല്ലാ സംഘടനകളും നാട്ടിൽ നിന്നുള്ള കലാകാരന്മാരെ നെഞ്ചിലേറ്റുന്നവരാണ്. ചിലപ്പോൾ ഒരു ഇതിനു വേണ്ടി പറയാം, നാട്ടിലുള്ള കലാകാരന്മാരോ സംഘടനകളോ അങ്ങനെ ഒരു പ്രത്യുപകാരമൊന്നും കാണിക്കാറില്ല. ബോംബെ സാഹിത്യകാരന്മാരോടോ അല്ലെങ്കിൽ ബോംബെയിലെ കലാകാരന്മാരോടോ അങ്ങനെയുള്ള യാതൊരുവിധ ദാക്ഷിണ്യവും കാണിക്കാത്ത ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളതെങ്കിൽ കൂടി ഞങ്ങൾ ബോംബെ വന്നു കഴിഞ്ഞാൽ ഈ മലയാളികളുടെ മട്ടും ഭാവവും മാറും. ഞങ്ങളുടെ വിശാലരാണ്. പിന്നെ ഞങ്ങളൊരു പ്രത്യേക ജനുസാണ്. പിന്നെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ വയ്യാത്ത കാര്യങ്ങളില്ല, പൊരുത്തപ്പെടാനാവാത്ത വിഷയങ്ങളില്ല. അതാണ് ഒരു മലയാളി ഫിൽട്ടർ ചെയ്തു കിട്ടണമെങ്കിൽ അയാളെ 2-3 കൊല്ലം ബോംബെയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തോ കൊണ്ട് ഇറക്കിയാൽ അയാൾ ശരിക്കും നല്ലൊരു അധ്വാനശീലനായ അല്ലെങ്കിൽ ക്ഷമാശീലനായ നല്ലൊരു വ്യക്തിത്വമായിട്ടാണ് അയാൾ നാട്ടിലേക്ക് തിരിച്ചു വരത്തുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വളരെ ഒരു മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇതുപോലെ പണ്ടൊക്കെ പട്ടാളത്തിൽ ചേരുന്നതിനൊരു 2 വർഷം കൊണ്ടിടുന്ന പോലെ അല്ലെ 5 വർഷം പട്ടാളത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നല്ലവരായിട്ട് നാട്ടിൽ വന്ന് ജീവിക്കുക എന്നുള്ള, അതുപോലെ നാട്ടിലുള്ള മലയാളികളെ കുറേ നിർബന്ധിതമായിട്ടും ഈ മറുനാട്ടിലേക്ക് അയച്ച് ഒരു 2 വർഷമെങ്കിലും അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുത്താൽ നാട് നന്നാകുമെന്നൊരു അഭിപ്രായം കൂടെ ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. ഏതായാലും പ്രസംഗം ഒരുപാട് ദീർഘിക്കുന്നു, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ബോംബെയുടെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് എനിക്കറിയാം ബോംബെക്കാർ മാത്രമല്ല പല സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ നിന്ന് ആൾക്കാർ എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് സ്വാഗതം ആശംസിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു തെറ്റ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അവർക്ക് വലിയൊരു സ്വാഗതം അവർക്ക് എല്ലാവർക്കും നൽകുകയാണ്. അതുകൊണ്ട് ഇനി ഒരുപാട് ആൾക്കാർ സംസാരിക്കാനും ആശംസാ പ്രസംഗങ്ങളുണ്ട്. ഇനി ഒരു വിഷയത്തിൽ കൂടെ ഞാൻ ഇന്നത്തെ നമ്മുടെ ഈ ചടങ്ങിൻ്റെ ഈ നോവൽ മത്സരത്തിലെ വിജയായ ശ്രീ പേമനലിനെ എൻ്റെ ഹാർദവമായ അനുമോദനം കൂടെ അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം, ഒരിക്കൽ കൂടി നന്ദി, ഒരിക്കൽ കൂടി സന്തോഷം രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ. ജയ് മഹാരാഷ്ട്ര, ജയ് കേരള. താങ്ക് യു.